പ്രധാന വാർത്തയിലേക്ക് തന്നെ വോട്ട് കൊള്ള ആരോപണത്തിൽ രാഹുലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ആന്റണി ജെസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ നോട്ടീസ് അയച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന വാദങ്ങൾ? തീർച്ചയായും രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ആ ഒരു പോര് അല്ലെങ്കിൽ അതിങ്ങനെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കർണാടകയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു. അതിൽ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകണം, ഈ ആരോപണങ്ങളിൽ സത്യവാങ്മൂലം നൽകണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ നോട്ടീസിലെ ആവശ്യമെങ്കിൽ ഇപ്പോൾ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനത്തിൽ ഒരു ഷാഗുൻ റാണി എന്ന ഒരു സ്ത്രീ 2 തവണ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇവർക്ക് 4 പോളിംഗ് ബൂത്തുകളിൽ വോട്ടുണ്ട്. ഇതിൽ 2 ഈ ഷാഗുൻ റാണി വോട്ട് രേഖപ്പെടുത്തി എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത്. ഏതായാലും ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഈ തെളിവ് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇത്തരത്തിൽ ഈ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം, അതായത് ഷാഗുൻ റാണി 2 തവണ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ ഷാഗുൻ റാണി 1 തവണ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നോട്ടീസിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മാത്രമല്ല, ഈ 2 തവണ ഷാഗുൻ റാണി എന്ന ആ സ്ത്രീ വോട്ട് രേഖപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഹാജരാക്കി അല്ലെങ്കിൽ രാഹുൽ പ്രദർശിപ്പിച്ച രേഖ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്യൂ ചെയ്തതല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്തതല്ല അല്ലെങ്കിൽ നൽകിയതല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതായത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാഹുൽ ഗാന്ധി നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാട്ടുന്ന ഷാഗുൻ റാണി എന്ന് പറയുന്ന 4 ഐഡികളുണ്ട്. അതിൽ ആ 2 പേർ ടിക്കറ്റിരിക്കുന്നത് അവർ വോട്ട് രേഖപ്പെടുത്തിയ ബൂത്തുകൾ എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ല എന്നുള്ളതാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ നോട്ടീസിൽ പറയുന്നത്. ഏതായാലും ഇനി അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ, റെലവൻ്റായ രേഖകൾ ഹാജരാക്കണം, അക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നോട്ടീസിൽ ഉള്ളത്. ശരി ആന്റണി, ഇപ്പോൾ കർണാടക ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുലിൻ്റെ വാദങ്ങൾ, അതായത് ആ ഒരു പ്രസ് കോൺഫറൻസിലെ ആ ഒരു വാദങ്ങൾ അടിസ്ഥാനരഹിതം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു നോട്ടീസ് കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഇപ്പോഴും ആരോപണം മാത്രമാണ്. എത്രത്തോളം അതിൽ സത്യസന്ധമാണ് ആ ഒരു ആരോപണം എന്നുള്ളതൊക്കെ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് ആ ഒരു ആരോപണം. അതിനെതിരെ കോൺഗ്രസ് അടക്കം ഈ ഒരു വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധത്തിലേക്ക് ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് അടിസ്ഥാനരഹിതമാണ്. അതോടൊപ്പം അതിലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആ ഒരു വോട്ടറുടെ പേരടക്കം സൂചിപ്പിച്ച് കൊണ്ടാണ് ഈ ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ വ്യക്തമാകുന്നത്. ആന്റണി ജെസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്.